റെയിൽവേ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ RJD നേതാവ് തേജസ്വി യാദവ് ചോദ്യം ചെയ്യലിനായി ഇഡിക്ക് മുന്നിൽ ഹാജരായി. പട്നയിലെ ഇഡി ഓഫീസിലാണ് തേജസ്വി ഹാജരായത്. ഇന്നലെ ലാലു പ്രസാദ് യാദവിനെ 10 മണിക്കൂർ ഇഡി ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, 2004 മുതൽ റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിൽ ജോലി നൽകി അതിന് പകരം തന്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ പേരിൽ ഭൂമി പതിച്ചെടുത്തു എന്ന കേസാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് നേരിടുന്നത്. ബീഹാറിലെ ഒരു രാഷ്ട്രീയ മാറ്റം, അതിനുശേഷം വരുന്ന ചോദ്യം ചെയ്യൽ, ഇന്നിപ്പോൾ തേജസ്വി യാദവും ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, തുടർച്ചയായി രണ്ടാം ദിവസവും ലാലു കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു വ്യക്തി, ബീഹാറിന്റെ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പട്നയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ ലാലു പ്രസാദ് യാദവിനെ ഇതേ കേസിൽ 10 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ, തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇഡി അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല എന്നാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും വ്യക്തതയില്ലാത്ത മറുപടിയാണ്, അല്ലെങ്കിൽ തനിക്ക് ഓർമ്മയില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് ലാലു പ്രസാദ് യാദവിൽ നിന്നും ലഭിച്ചത് എന്നും ഇഡി അറിയിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില ഇടപാടുകൾ നടന്നതായി ഇഡി അറിയിക്കുന്നു. ഇതിൽ ഈ പണം, ജോലിക്ക് പകരമായി ഭൂമി കൈമാറ്റം ചെയ്തതിൽ ഒരു വ്യക്തി റാബ്രി ദേവിയുടെ ഗോശാലയിലെ ജീവനക്കാരനായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ജോലി ലഭിക്കേണ്ട ഉദ്യോഗാർത്ഥി ഇയാൾക്ക് ഭൂമി കൈമാറ്റം ചെയ്ത ശേഷം പിന്നീട് ലാലുവിന്റെ മകളുടെ പേരിലേക്ക് ആ ഭൂമി കൈമാറ്റം ചെയ്തതായി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചുവെന്നും ഇത്തരത്തിൽ വ്യാജ കമ്പനികൾ, ഡൽഹി ആസ്ഥാനമായുള്ള 2 വ്യാജ കമ്പനികൾ വഴിയും കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യൽ പോയേക്കും എന്നുമാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രധാനമായും റാബ്രി ദേവി, ഒപ്പം തന്നെ മിർസ ഭാരതി അടക്കമുള്ള ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യയും മകളെയും കൂടി ചോദ്യം ചെയ്യൽ സാഹചര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ഇഡി അറിയിച്ചിട്ടുണ്ട്. തേജസ്വി യാദവിനെ കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലുമായിനോടനുബന്ധിച്ച് ഇഡി ആസ്ഥാനത്തിന് ചുറ്റും RJD പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. തേജസ്വി യാദവ് വരുന്ന ഘട്ടത്തിൽ വലിയ മുദ്രാവാക്യം വിളികൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള നീക്കമാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ ഈ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിൽ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണമാണ് RJD ഉന്നയിക്കുന്നത്. ക്രിസ്റ്റീന.